അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിൽ നിന്നും ഇതാ വിട പറഞ്ഞു പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രയാസങ്ങളും നമ്മൾ നിരന്തരമായി അനുഭവിക്കുന്നുണ്ടാകും. ചില വീടുകളിൽ ചില വീട്ടുകാർ ചില ആളുകൾക്ക് പല പ്രയാസങ്ങളും അവർ നിരന്തരമായിട്ട് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നവരുണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു അറിവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ജീവിതത്തിൽ സിഹ്ർ മൂലം അല്ലെങ്കിൽ കണ്ണേറ്, നാവേറ്, പിശാച് ബാധ തുടങ്ങിയവയുടെ ഷർറുകൾ മൂലം ശൈത്താനിൻ്റെയും കാഫിരീങ്ങളായ ജിന്നുകളുടെയും പ്രവർത്തനങ്ങൾ മൂലം പല രോഗങ്ങളും പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും ഇടങ്ങേറുകളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ദിവസങ്ങളോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകളെല്ലാം ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ ഒരു ഇസ്ലാമിക അറിവ് ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്നും പിശാചിൻ്റെ ഷർറുകളെ തൊട്ട് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത്. സിമ്പിളായിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിഹ്ർ, കണ്ണേറ്, നാവേറ് തുടങ്ങിയവയിൽ നിന്നും പിശാചിൻ്റെ ഷർറ് മൂലം ഇടങ്ങേറാകുന്ന ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ഇടങ്ങേറായി ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും രക്ഷ കിട്ടുവാനും ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ 4 സൈഡിലുമുള്ള 4 മൂലകളിലും പോയിട്ട് ആയത്തുൽ കുർസിയെ നിങ്ങൾ ഓതുക. അതായത് നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്ക് 4 മൂല ഉണ്ടാകും. 4 മൂല ഓരോ മൂലയിലും നിന്നുകൊണ്ട് ആയത്തുൽ കുർസിയെ നിങ്ങൾ ഒരു വട്ടം ഓതുക. അങ്ങനെ 4 പ്രാവശ്യം ഓതുക. അതായത് ഓരോ മൂലയിൽ നിന്നിട്ടും ഒരു വട്ടം ഓതി അങ്ങനെ 4 മൂലയിലും നിന്നിട്ട് ആയത്തുൽ കുർസിയെ നിങ്ങൾ ഒരു വട്ടം ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന പിശാചിൻ്റെ ഷർറുകൾ അല്ലാഹു തആല തട്ടിക്കളയുന്നതാണ്. ആ വീട്ടിലുള്ളവർക്കും ആ വീടിനും മരണം വരെ പിന്നീട് ഒരു പൈശാചികമായിട്ടുള്ള ഷർറുകളോ ഒരു ഇടങ്ങേറുകളും മുസീബത്തുകളും ആപത്തുകളും ആ വീടിനെയും വീട്ടിലുള്ളവരെയും ഒരിക്കലും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അവർക്കെല്ലാം അല്ലാഹു തആല കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഓതേണ്ടത് ആയത്തുൽ കുർസിയാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, മനഃപാഠമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ തജ്വീദോട് കൂടി ആയത്തുൽ കുർസിയെ ഒരു വട്ടം ഓതുക. ഓരോ മൂലയിലും നിന്നുകൊണ്ട് ഒരു വട്ടം ഓതിയാൽ ഇങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് ഇശാ മഗ്‌രിബിനിടയിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങളിതൊന്ന് ചെയ്ത് ദിവസവും ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇടങ്ങേറും രോഗങ്ങളും പ്രയാസങ്ങളും ആപത്തുകളും മുസീബത്തുകളും പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്നതായിട്ട് നിങ്ങൾക്കും അനുഭവപ്പെടും. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതം ഹൈറും സമാധാനവും സന്തോഷവും ഉള്ളതായി മാറ്റുവാൻ നമുക്കെല്ലാവർക്കും ഇസ്ലാമിക അറിവുകൾ ഉപയോഗിച്ചു കൊണ്ട് ജീവിക്കുവാനും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.